മാർ യോസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠ 15-ാം ദിവസം. ക്രിസ്തുവിൻ്റെ സംരക്ഷകൻ മാർ യോസേപ്പ്. ജെറമ്യായുടെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പരിഭ്രമിക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുടെ വലം കൈ കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. ഈശോയുടെ ഭൗതിക പിതാവും സംരക്ഷകനുമായും ദൈവം തിരഞ്ഞെടുത്തത് മാർ യോസേപ്പിനെയാണ്. എന്തൊരു അഗാധമായ ഉത്തരവാദിത്തമാണ് ദൈവം മാർ യോസേപ്പ് പിതാവിനെ ഏൽപ്പിക്കുക. ദൈവപുത്രനെ കാത്തു സൂക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുക. വളരെ ശാന്തമായ ധൈര്യത്തോടെ മാർ യോസേപ്പ് മറിയത്തെയും ഈശോയെയും അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അവരോടൊപ്പം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും ക്രിസ്തുവിനെ സുരക്ഷിതത്വത്തിലും സ്നേഹത്തിലും വളരാൻ ഒരു ഭവനം സാധ്യതമാക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ സംരക്ഷകനെന്ന നിലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എങ്ങനെ ആശ്രയിക്കണമെന്ന് ജോസഫ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുന്നോട്ടുള്ള വഴി അനിശ്ചിതത്വത്തിലാകുമ്പോൾ, ഭയവും ആപത്തും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്ന് ചിന്തകൾ മനസ്സിലുണ്ടാകുമ്പോൾ മാർ യോസേപ്പ് പിതാവിൻ്റെ മാതൃക നമുക്ക് വലിയ ശക്തിയാണ്. കാരണം വരാൻ പോകുന്ന ആപത്തിനെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ഹൃദയത്തിലൊരു ഭയമുണ്ടാവും, അതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊക്കെ മാർ യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. പക്ഷേ അപ്പോഴൊന്നും മാർ യോസേപ്പ് പതറിയില്ല എന്നുള്ളത്. നമ്മോടൊപ്പം ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം ജോസഫിൽ ശക്തിയായിട്ട് ഉണ്ടായിരുന്നു. ജോസഫ് ആ കാര്യം വളരെ ശക്തമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സാർവത്രിക സഭയുടെ രക്ഷാധികാരിയും സംരക്ഷകനെന്ന നിലയിൽ, സഭയുടെ പരിപാലകനെന്ന നിലയിൽ മാർ യോസേപ്പ് ഇപ്പോഴും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കെപ്പോഴും സാന്നിധ്യം അരുളിക്കൊണ്ടായിരിക്കുന്നത്. നമ്മൾ ദുർബലരാകുകയോ ആക്രമണം ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മാർ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മൾ തേടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അവൻ ഈശോയെ സംരക്ഷിച്ചതുപോലെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നാം സുരക്ഷിതരായിരിക്കുവാൻ മാർ യോസേപ്പ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നില്ലെന്നാണോ നമ്മൾ കരുതുക? ഉണ്ണിയായ ഈശോയെ മറിയത്തെയും കൊണ്ട് പലായനം ചെയ്ത് സംരക്ഷണം നൽകിയെങ്കിൽ ഇന്നത്തെ നമ്മുടെ ജീവിതം, നമ്മുടെ സഭാത്മക ജീവിതം, കൗദാശിക ജീവിതമൊക്കെ ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നമ്മെ സുരക്ഷിതരായിരിക്കുവാൻ അവിടുത്തെ മാധ്യസ്ഥത്തിന് സാധിക്കും. ധൈര്യം നമുക്ക് നൽകും. ഭയപ്പെട്ടാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യം മാർ യോസേപ്പ് നമുക്ക് നൽകുമെന്നുള്ളതാണ് അവനിൽ ആശ്രയിച്ചാൽ. മറ്റുള്ളവരെ പരിപാലിക്കുന്നതിൽ നമുക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള വലിയ ഉത്തരവാദിത്വ ബോധമുള്ളവനായിരുന്നു മാർ യോസേപ്പ്. ദൈവപരിപാലനയിൽ ആയിരിക്കുന്ന മാർ യോസേപ്പ് അതേ ദൈവീക പരിപാലന മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, തന്നെ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് കൊടുക്കുവാൻ ഉത്തരവാദിത്വമുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞവനാണ്. ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന്, പ്രത്യേകിച്ച് അപകടകരമായ അവസ്ഥകളിലൊക്കെ ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നുള്ള വിശ്വസിച്ചവനാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലൊക്കെ അവരുടെ സംരക്ഷണത്തിനായി യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ദുർബലരായ നമ്മുടെ സുഹൃത്തുക്കളെയോ, നമ്മുടെ സഹപാഠികളായിട്ടുള്ളവരോ, നമ്മുടെ കുടുംബത്തിലുള്ളവരോ, ബന്ധുമിത്രാദികളോ ആരെങ്കിലുമൊക്കെ ദുർബലരായിട്ട് ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് അവരെ സുരക്ഷിതത്തിനായിട്ട് നമുക്കിന്നൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ, പ്രോത്സാഹനത്തിലൂടെ, പ്രവർത്തനത്തിലൂടെയോ എനിക്ക് മറ്റുള്ളവരെങ്ങനെ സംരക്ഷകനായി തീരാമെന്ന് പരിശോധിക്കാം. പ്രാർത്ഥിക്കാം. മാർ യോസേപ്പേ,
ക്രിസ്തുവിൻ്റെ സംരക്ഷകനും സഭയുടെ രക്ഷിതാവും കാണുന്നതും കാണാത്തതുമായ എല്ലാ തിന്മകൾക്കെതിരെയും എൻ്റെ സംരക്ഷകനായി നീ കൂടെ ഉണ്ടാവണമേ. എനിക്ക് ഭയം തോന്നുമ്പോൾ ദൈവസന്നിധിയിൽ വിശ്വസിക്കുവാനും ധൈര്യത്തോടെ നടക്കുവാനും എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. എൻ്റെ സംരക്ഷണത്തിലുള്ളവരെ സംരക്ഷിക്കുവാനും ശാന്തതയോടും ശക്തിയോടും ആഴത്തിലുള്ള വിശ്വാസത്തോടും കൂടി ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. അങ്ങയുടെ മാധ്യസ്ഥതയിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയും ആ വാഗ്ദാനത്തിൽ സമാധാനത്തോടെ വിശ്രമിക്കുകയും ചെയ്യട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ടുള്ള ഈശോയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നീ പതിപ്പിച്ച് നിർത്തണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിശുദ്ധ യോസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ യോസേപ്പെ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന. ഈശോ മറിയം യോസേപ്പെ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ മറിയം യോസേപ്പെ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ മറിയം യോസേപ്പെ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. മഹത്വവാനായ മാർ യോസേപ്പെ, വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മഹത്വവാനായ മാർ യോസേപ്പെ, ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ.
പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മഹത്വവാനായ മാർ യോസേപ്പേ, ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. വിശുദ്ധ യൗസേപ്പിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധാതൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രൻ്റെ പാലകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്തുവിൻ്റെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുകുടുംബത്തിൻ്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം നിർമ്മലനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ശക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും വിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ പിതാമഹനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ശക്തിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ പ്രത്യാശയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുകളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിക്കുന്നവരുടെ ശരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.